INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി ഫോൺ വിളിച്ച സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തോപ്പുംപടി ഹാർബർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്കാണ് ഫോൺ കോൾ എത്തിയത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ആരാണ് ഇത്തരത്തിൽ INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി ഫോൺ ചെയ്യുന്നത്? എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? നീലിമ, ഈ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ വിവരങ്ങൾ തേടിക്കൊണ്ട് നാവിക ആസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തോപ്പുംപടി ഹാർബർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ഇയാൾ കോഴിക്കോട് സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏതായാലും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രധാനമായിട്ടും ഇയാൾ ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നാവികസേന ആസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ചത് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു നാവിക ആസ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരു കോൾ വന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് INS വിക്രാന്ത് എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ഫോൺ കോൾ വന്നത്. ഇയാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയായിരുന്നു ഫോൺ വിളിച്ചിരുന്നത്. രാഘവ് എന്ന പേരായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് നാവിക ആസ്ഥാനത്തേക്ക് വന്ന ഈ കോളിന്റെ അടിസ്ഥാനത്തിൽ നാവികസേന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ സംശയകരമായ 2 നമ്പറുകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഫോണിന്റെ ഉടമ എന്ന് കരുതുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്. നീലിമ, INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി ഫോൺ വിളിച്ച സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. തോപ്പുംപടി ഹാർബർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. കിരൺ കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.